ഹായ്, ഈ വീഡിയോയിൽ ഡെമോ ചെയ്യുന്നത് ഹൗ ടു റിട്ടേൺ എ പർച്ചേസ്. ഒരു പർച്ചേസ് ഇനി റിട്ടേൺ ചെയ്യാൻ നോക്കാം. സോ പർച്ചേസ് മൊഡ്യൂളിൽ പർച്ചേസ് ലിസ്റ്റിൽ റീസെൻ്റ്ലി പർച്ചേസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ റിട്ടേൺ പർച്ചേസിൻ്റെ റിട്ടേൺ സ്ക്രീൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത പർച്ചേസ് ഫൈൻഡ് ചെയ്യാൻ, ബിൽ നമ്പർ വെച്ച് ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെയിം വെച്ച് ഫൈൻഡ് ചെയ്യാം. So I'm just trying to find with using product name. Okay, ഒരു റീസെൻ്റ്ലി ഒരു കംപ്ലീറ്റ് ചെയ്ത പർച്ചേസ് ഉണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ബിൽ നമ്പർ, വെൻഡർ ഫോൺ നമ്പർ ആൻഡ് എവറിത്തിങ് ഈസ് ഹിയർ. സോ റിട്ടേണബിൾ ക്വാണ്ടിറ്റി, കറൻ്റ്ലി പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി 1 ആണ്. റിട്ടേണബിൾ ക്വാണ്ടിറ്റി 1 ആണ്. പർച്ചേസ് പ്രൈസ് 100 ആയിരുന്നു, ക്വാണ്ടിറ്റി 1, ടോട്ടൽ പ്രൈസ് 1. സോ ഈ റിട്ടേൺ ആൾറെഡി സെല്ലർ ഡീറ്റെയിൽസ് ആൾറെഡി ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. സോ ഈ റിട്ടേൺ ഞാൻ സബ്മിറ്റ് ചെയ്യാം. റിട്ടേൺ സക്സസ് ആയിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഫ്രം ദ റിട്ടേൺ ലിസ്റ്റ്. പർച്ചേസ് റിട്ടേൺ ലിസ്റ്റ്. യു ക്യാൻ സീ ദിസ് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് എ റിട്ടേൺ. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. കറൻ്റ്ലി സ്റ്റോക്ക് 0 ആണ്. സ്റ്റോക്ക് 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. കറൻ്റ്ലി സ്റ്റോക്ക് 0 ആയിട്ടുണ്ട്. ഐറ്റം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു പർച്ചേസ് നടന്നിട്ടുണ്ട്. ആ പർച്ചേസിൽ സ്റ്റോക്ക് 1 ആയി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ റിട്ടേൺ ചെയ്തപ്പോൾ ആ സ്റ്റോക്ക് മൈനസായി കറൻ്റ് സ്റ്റോക്ക് 0 ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ വീഡിയോ അബൌട്ട് ടു റിട്ടേൺ എ പർച്ചേസ്.